എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലേ ഇന്നൊക്കെ ഇല്ലാണ്ടാക്കും. അത് അവള് വിചാരിച്ചാൽ എന്നെ എന്താക്കാനാ അവള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവൾക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു രസം കൂടി ഉണ്ട്. ഇത് കൊച്ചിക്കാരിയാണല്ലോ. ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഒരു 7 വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലൂരേക്ക് മാറിയത്. മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ, കൊച്ചിയിലെ പന്ത്രണ്ട് മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ID പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിന ആഭരണം ഉണ്ടല്ലോ, അതായിരുന്നു. ഇവരെടുക്കുന്നില്ല. 5 പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ലേ, എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത്, അയാളുടെ ജോലി പോയിട്ട്. അതുവരെ ഇവര് അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിയിൽ മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക്. അങ്ങനെയാണ് ഇവള് മസ്താരി എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത്. കൊച്ചിയിൽ വരാൻ പറ്റുമല്ലോ ഇവരിക്കൊന്നും. കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പണയം വെച്ചിട്ട് പൈസ അങ്ങനെയും പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവള് അമ്മേന്നും ഉമ്മേന്നും ഫേസ് എവിടെയും റിവീൽ ചെയ്യാത്തത്. എനിക്ക് ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ എന്നുള്ളൊരു പാവം സ്ത്രീയാണ്. ഞങ്ങള് വാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു അമ്മായിണ്ട്. എല്ലാം കണക്കാണ്. എന്റെ വാപ്പന്റെ ഫാമിലി, ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് ചെറിയ വരുള്ളൂ. മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും. അൻവറാന്ന പേര്. പിന്നീട് എന്റെ ഉമ്മാനെ കുറിച്ച് അവള് കുറെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്ന ആ ഒരു ദേഷ്യം എനിക്കുണ്ട്. ബിഗ് ബോസിലിപ്പോ റെയിനോട് അടുത്തും ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഉമ്മാനോട് ചെയ്തത്.